ഹായ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ലീഡുകളുണ്ടല്ലോ, അത് കൺവേർട്ട് ചെയ്യണ്ടേ? അതിന് ഫോൺ എടുത്ത് അവരെ വിളിക്കുക എന്നതിനേക്കാൾ എഫക്റ്റീവായ മറ്റൊരു മാർഗവുമില്ല. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് അവരെ വിളിക്കണം. ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ടെലികോളിങ്ങിൻ്റെ ടെക്നിക്കല്ല സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ച ലീഡുകളെ വിളിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. നമുക്കൊക്കെ നിത്യേന ഒരുപാട് അൺവാണ്ടഡ് കോൾസ് വരാറുണ്ട്. സെയിൽസ് കോൾസ് ആയിരിക്കും മിക്കതും, കോൾഡ് കോൾസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോൾഡ് കോളുകൾ ലഭിക്കുന്ന ഒരാൾക്ക് നമ്മുടെ കോൾ ചെല്ലുമ്പോൾ അത് കോൾഡ് കോളിൽ നിന്നും വ്യതിരിക്തമായി മാറി നിൽക്കണം. വേറൊരു സ്റ്റൈലിൽ വേണം വിളിക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കോൾഡ് കോൾ വിളിക്കുന്നയാൾക്ക് നൽകുന്ന റെസ്പോൺസ് നമ്മളിലേക്ക് വന്നു പോകും. അത് നമ്മൾ അനുവദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമ്മൾ അങ്ങോട്ട് യാചിച്ചൊന്നും പോവുകയല്ല. ആക്ച്വലി നമ്മൾ പണം നൽകി പരസ്യപ്പെടുത്തിയ നമ്മുടെ പരസ്യം അത് കണ്ടിട്ട് ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പവർ വേണം, അതിൻ്റെ ഒരു മിനിമം റെസ്പെക്റ്റ് നമുക്ക് കിട്ടണം. ആ റെസ്പെക്റ്റ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് കസ്റ്റമർ കേൾക്കൂ, അത് അൾട്ടിമേറ്റ്ലി കൺവേർഷനിലേക്ക് പോവുകയുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ വളരെ കീനായിട്ടുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ലീഡിനെ വിളിക്കേണ്ട സ്ക്രിപ്റ്റ്, അതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറയാം. ഓരോ പ്രൊഡക്റ്റും അനുസരിച്ച് വേണ്ട വ്യത്യാസങ്ങൾ ഓരോരുത്തരും വരുത്തണം. ആദ്യം നമ്മൾ അവരെ ഹലോ പറയുമ്പോൾ തന്നെ ധൈര്യത്തോടെ വളരെ ഫേമായിട്ടുള്ള രീതിയിലൊരു ഹലോ ഇങ്ങനെ തുടങ്ങണം. ഭയന്ന് എളിമയോടെയുള്ള ഹലോ ഒന്നും വേണ്ട. ഹലോ എന്നിട്ട് പറയുക, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പരസ്യത്തിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരുന്നു. പേരറിയില്ലല്ലോ, സോ നിങ്ങളെന്ന് പറയാം, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പരസ്യത്തിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഒരു ക്വസ്റ്റ്യനാണ്, ആ ക്വസ്റ്റ്യൻ അവിടെ വേണം, ഓർക്കുന്നുണ്ടോ. അപ്പോൾ ഒരു നിമിഷം കസ്റ്റമർ ചിന്തിക്കും, എന്നിട്ട് പറയും ഞാനത് ഓർക്കുന്നില്ല, ഒരുപാട് പരസ്യങ്ങൾക്ക് പ്രതികരിക്കാറുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും നിങ്ങൾ ആ പരസ്യം എന്തായിരുന്നു എന്ന് ഒന്ന് വിവരിക്കണം. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഓർത്തു. ഇനി കസ്റ്റമറെ പേര് ചോദിക്കുക, നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ആ കസ്റ്റമറെ സഹായിക്കുന്നതെന്ന് പറയുക, ഏത് രീതിയിലുള്ള സഹായമാണ് ആ കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് കോളിൽ തന്നെ എല്ലാം ഫിനിഷ് ചെയ്ത് ക്ലോസ് ചെയ്യാനൊന്നും ശ്രമിക്കരുത്. ഇത് തുടക്കം മാത്രമാണ്, ഒരു ബന്ധത്തിൻ്റെ ആരംഭം. കസ്റ്റമറോട് പറയുക, പ്രോഡക്റ്റിൻ്റെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ അയച്ചു തരാം എന്ന് പറയുക. അത് കസ്റ്റമർ നമ്മോട് പ്രതികരിച്ച ആ വാട്സപ്പിൽ തന്നെ അയക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബിസിനസ് വാട്സപ്പിലായിരിക്കുമല്ലോ ഈ ലീഡ് വന്നിട്ടുള്ളത്. ആ നമ്പർ കസ്റ്റമറെ കൊണ്ട് സേവ് ചെയ്യിക്കണം. അതിലേക്ക് തന്നെ നമ്മൾ വാട്സപ്പിലൂടെയുള്ള മെസ്സേജസ് അയക്കണം. ഇനി അടുത്ത കാള്, അത് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത കാള് ശരിക്കും ഒരു ഹോട്ട് കാളാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.